റീഇൻകാർണേഷൻ. നമ്മുടെ മെയിൻ ക്യാരക്ടറിന് ഒരു വേൾഡിൽ ഡെത്ത് സംഭവിച്ചതിന് ശേഷം വേറൊരു വേൾഡിൽ റീബോൺ ആവുന്നു. ഇങ്ങനെ ഇസൈക്കായി ജനറൽപ്പെട്ട 6 മികച്ച അനിമീസ്. സോ ഐ ആം എ സ്പൈഡർ, സോ വാട്ട്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. എനിക്കൊരു സ്പൈഡറിനെ MC ആയിട്ട് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അനിമിയാണ്. റീഇൻകാർണേറ്റഡ് ആസ് എ സോഡ്. ഫൺ ആണ്, ബട്ട് ഭയങ്കര ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒന്നുമില്ല. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്ലോട്ട് ആണ്, പക്ഷെ ഡീസന്റ് ആണ്, കണ്ടിരിക്കാം. ട്രാപ്ഡ് ഇൻ എ ഡേറ്റിംഗ് സിം. ദി വേൾഡ് ഓഫ് ഒട്ടോമെ ഗെയിംസ് ഈസ് ടഫ് ഫോർ മോബ്സ്. ആവറേജ് അനിമിയാണ്, നല്ലൊരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മസ്റ്റ് വാച്ച് അല്ല, എന്നാലും കണ്ടിരിക്കാം. ദി ഫൗണ്ടർ ഓഫ് ഡയാബ്ലിസം. ഇതൊരു ചൈനീസ് ഡോങ്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതാണ്. സ്ട്രോങ് സ്റ്റോറി ടെല്ലിംഗ് ആണ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റും വെരി യൂണീക്ക് ആൻഡ് എൻഗേജിംഗ് ആണ്. നിങ്ങളൊരു സംതിങ് ഡിഫറെന്റ് നോക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ടതാണ്. ദാറ്റ് ടൈം ഐ ഗോട്ട് റീഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈഡ്. അനിമയിൽ തന്നെ ഒരു ടോപ്പ് 10 മോസ്റ്റ് പവർഫുൾ പ്രൊട്ടഗോണിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ റിമോറു ടോംബോയിൽ എന്തായാലും ഉണ്ടാവും. ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള വേൾഡ് ബിൽഡിംഗ്, വെൽ ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു ഇസൈക്കായി ജനറൽപ്പെട്ട ആനിമ തന്നെയാണ്. നിങ്ങൾ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം, ഹൈലി റെക്കമെൻഡ് ആണ്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഒന്നാം വരുന്നത് ജോബ്ലെസ് റീഇൻകാർണേഷൻ ആണ്. മുഷോക്കു ടെൻസായി വൺ ഓഫ് ദി ബെസ്റ്റ് ഇസൈക്കായി അനിമയാണ്. ഡീപ്പായിട്ടുള്ള വേൾഡ് ബിൽഡിംഗ്, ഒരു മികച്ച രീതിയിലുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം, മസ്റ്റ് വാച്ച് ആണ്. റിവ്യൂ, സ്കോർ, അനിമേഷൻ, ക്യാരക്ടർ ഡെവലപ്മെന്റ്, പിന്നെ പേഴ്സണൽ ഫേവറേറ്റ്. ഈ രീതിയിലാണ് ഞാൻ ഈ ലിസ്റ്റ് റാങ്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം.